വെൽക്കം ടു PSC Learn Plus. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വില 20% വർദ്ധിപ്പിച്ച ശേഷം 5% കൂടി വർദ്ധിപ്പിച്ചാൽ ആകെ വർധനവ് എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വില ആദ്യം എത്ര ശതമാനം വർദ്ധിപ്പിച്ചു? ആദ്യം 20% വർദ്ധിപ്പിച്ചു, പിന്നെ വീണ്ടും 5% കൂടി വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആകെ ഉണ്ടായ വർധനവ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ നോക്കാം. A + B + AB/100 ശതമാനം വരുന്നതിനെ കൊണ്ടാണ് 100 വന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ? A + B + AB/100. ഇത് കാണാതെ പഠിച്ചിരിക്കുക. ഒന്നുകൂടി പറയാം. A + B + AB/100. ഇതിൽ A എന്താണ്, B എന്താണ്, എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത് എന്നാണ്. ആദ്യം എത്ര ശതമാനം വർദ്ധിപ്പിച്ചു? അത് A. രണ്ടാമത് എത്ര ശതമാനം വർദ്ധിപ്പിച്ചു? അത് B. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് ചെയ്തു നോക്കാം. എ എന്ന് പറയുന്നത് ആദ്യം എത്ര ശതമാനം? 20% വർദ്ധിപ്പിച്ചത്. അപ്പോൾ 20 പ്ലസ് പിന്നീട് 5% വർദ്ധിപ്പിച്ചു. അപ്പോൾ 5 പ്ലസ് പിന്നെ AB/100, അതായത് 20 × 5. AB എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയും ബിയും ഗുണിക്കുക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ 20 × 5, 20 × 5 എത്രയാണ് അവിടെ ഉള്ളത്? 100 ആണ്. അപ്പോൾ 20 + 5 എത്രയാണ്? 25. 20 + 5 25 പ്ലസ് ഇനി ഇത് രണ്ടും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 25നോട് 20 പോയിട്ട് കൂട്ടരുത്. ഇത് ഒരുമിച്ചല്ല കിടക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിക്കുക. 20 × 5 എത്രയാണ്? 100 ആണ്. /100. ഓക്കെ, ഈ 100 അങ്ങനെ തന്നെ താഴേക്ക് എഴുതി. 25 + 100/100. 100/100 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 1 ആണ് അല്ലേ? അതായത് മുകളിലും താഴെയും ഒരേ നമ്പർ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. അതായത് 2/2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, 3/3 1 ആയിരിക്കും, 8/8 1 ആയിരിക്കും, 99/99 1 ആയിരിക്കും. അതായത് മുകളിൽ താഴെ ഒരേ നമ്പർ വരികയാണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള 25 അങ്ങനെ തന്നെ എഴുതാം. 25 + 1 എന്നായി. 25 + 1 എത്രയാണ്? 26. അതായത് 26% വർധനമാണ് ഉണ്ടായത്. ഓപ്ഷൻ A ആണ് കറക്റ്റ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.